പുറത്ത് നല്ല മഴയാണ്, അപ്പോൾ പുറത്തുള്ള ഒരു പണിയും നടക്കില്ല. എന്നാൽ പിന്നെ നേരത്തെ ഇട്ട് വെച്ച കണ്ണിമാങ്ങ ഇരിപ്പുണ്ട്, അതൊന്ന് അച്ചാറിടാൻ എന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാവർക്കും കണ്ണിമാങ്ങ വലിയ പ്രിയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേറെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് അച്ചാറിടുന്നുള്ളൂ. ഇപ്പം ഞാൻ 2 വിധത്തിലാണ് അച്ചാറിടുന്നത്. ഒരു അച്ചാർ ഇപ്പം കൂട്ടാനും മറ്റേത് കുറച്ച് നാൾ എടുത്ത് വെച്ച് പിന്നെ കഴിക്കാനും ഉള്ളതാണ്. എന്ന് വെച്ചാൽ ഇപ്പം എടുക്കുന്നത് കുറച്ച് ചാറോട് കൂടിയും പിന്നെ എടുക്കുന്നത് കുറച്ച് കുറുകിയ പരുവത്തിലുമാണ് ഉണ്ടാക്കുന്നത്. ഉപ്പിലിട്ട ഈ മാങ്ങയുടെ വെള്ളം നമുക്ക് അരിച്ചെടുക്കണം. ഇത് നമുക്ക് അവസാനം എടുക്കാം, ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ആദ്യം നമുക്ക് 10-30 കാശ്മീരി മുളക് വറുത്തെടുക്കാം. ഇതിപ്പോൾ നന്നായി ചൂടായി കളറൊക്കെ മാറി തുടങ്ങി. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ ഏകദേശം 1 കിലോ മാങ്ങയ്ക്ക് അച്ചാറിടുന്നുള്ളൂ. 5 ടേബിൾ സ്പൂൺ കടുകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കടുക് പയ്യെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ ഉലുവ എടുക്കാം. ഉലുവ ഒരു ഗോൾഡൻ കളർ വരുന്നവരെ ചൂടാക്കിയെടുക്കാം. ഉലുവയും നമുക്ക് പൊടിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഉപ്പിലിട്ട് വെച്ച മാങ്ങയിലുള്ള വെള്ളം ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. മഴ നിർത്താതെ പെയ്യുന്നുണ്ട് കേട്ടോ. ഉലുവ പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം പൊടിച്ചു വെച്ച ആ കാശ്മീരി മുളക് കൂടി ഒന്നും കൂടി ഈ മിക്സിൻ്റെ ജാറിലിടുവാണ്. എരിവ് കുറച്ച് കൂടുതൽ ആവശ്യമുള്ളവർ ഇപ്പോൾ സാധാരണ മുളക് പൊടിയും കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഉപ്പിട്ട് തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ച വെള്ളമാണ്. ഈ മസാലയൊക്കെ കണ്ണിമാങ്ങയിൽ നല്ല പിടിച്ചിരിക്കാൻ ഇങ്ങനെ അരച്ചെടുക്കുന്നതാണ് നല്ലത്. സാധാരണ നമ്മൾ മാങ്ങയിൽ നിന്ന് കിട്ടുന്ന ആ വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി. ഇത് പക്ഷേ ഇപ്പോൾ കൂട്ടാനുള്ളൊരു അച്ചാറായതുകൊണ്ട് നമുക്ക് ചാറിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉപ്പുവെള്ളം, തിളപ്പിച്ച ഉപ്പുവെള്ളം ചേർത്തത്. കാരണം ഉപ്പ് കുറവുള്ളത് കൊണ്ടാണ് കുറച്ച് ഉപ്പും കൂടി ചേർത്തത് കേട്ടോ. നമ്മുടെ ഉപ്പ് മാങ്ങയിൽ ഉപ്പ് കൂടുതലാണെങ്കിൽ വിനേഗർ മാത്രമേ ചേർക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ. മാങ്ങയൊക്കെ കുടഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അരച്ച് വെച്ച ആ അരപ്പ് ഈ മാങ്ങയിലോട്ട് ചേർക്കാം. നന്നായി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് കണ്ണിമാങ്ങ വെള്ളം കൊണ്ട് മിക്സിൻ്റെ ജാറിലുള്ള പറ്റിപ്പിടിച്ചിരിക്കുന്ന മസാലയൊക്കെ കഴുകിയെടുക്കാം. മാങ്ങയിൽ നിന്ന് ഊറ്റിയെടുത്ത വെള്ളമാണ്. ഇത് നമുക്ക് കഴുകി ഇതിലോട്ട് ഒഴിക്കാം. കാരണം നമുക്ക് ഈ അച്ചാറിന് കുറച്ച് ചാറ് അധികം വേണം. നമ്മളിപ്പോൾ കഴിക്കാൻ എടുക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ചതച്ച് വെച്ച കടുക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് പൊടിയാണ്. ഊറ്റിയെടുത്ത ആ മാങ്ങ വെള്ളമൊക്കെ ഇതിലായിട്ട് ചേർത്തപ്പോൾ ഇങ്ങനെ ഇത്രയും ചാറായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് മതി. ഇനി നമുക്കിതൊരു ഭരണിയിലോട്ട് ഇട്ട് വയ്ക്കാം. അടുത്തത് കുറുകിയ ചാറോട് കൂടിയുള്ള അച്ചാറാണ്. ഇനി നമുക്ക് കുറേ നാൾ കഴിഞ്ഞ് ഉപയോഗിക്കാനുള്ള അച്ചാറാണ്. ഇച്ചിരി കുഴമ്പം പരുവത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ പക്ഷേ ഉപ്പുവെള്ളം, മാങ്ങയിൽ നിന്ന് ഊറ്റിയെടുത്ത വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വിനാഗിരി ചേർത്താൽ മതി. തിളപ്പിച്ചെടുത്ത ഉപ്പുവെള്ളമൊന്നും ചേർക്കണ്ട. ഇനി ഒരു 5-6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം കഴിയുമ്പോഴാണ് ഈ അച്ചാർ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാനുള്ള അച്ചാറിന് ഇത്ര ചാറ് മതി. ഇതിലും ചതച്ച് വെച്ച കടുക് പൊടിയും ഉപ്പ് കുറച്ച് കുറഞ്ഞതുകൊണ്ട് അമ്മച്ചി കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ വായിൽ വെള്ളം ഊർന്ന് നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കുക. അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഭരണിയിൽ ഇട്ട് വെക്കണം. അതിൻ്റെ മേലെ നമുക്കൊരു തുണി ഇടണം, പൂപ്പലൊന്നും പിടിക്കാതെ. അത് എണ്ണയിൽ മുക്കിയിട്ട് വേണം ഇടാൻ. ആ തുണി നമ്മൾ എള്ളെണ്ണ ചൂടാക്കി തണുപ്പിച്ചതിന് ശേഷം അതിന് മുക്കി വേണം ഇതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കാൻ. പൂപ്പലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, ഈ തുണിയിലൊന്നും പറ്റാൻ മാത്രം മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.